രണ്ട് അതിഥികൾ ഇന്ന് ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തത്സമയം KMCC കുവൈറ്റ് പ്രതിനിധി മുസ്തഫ കാരി, ഒപ്പം തന്നെ പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ ശ്രീ KV അബ്ദുൽ ഖാദർ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ KV അബ്ദുൽ ഖാദറിലേക്ക് പോകുന്നു. മുൻ MLA കൂടിയാണ് അദ്ദേഹം. ശ്രീ KV അബ്ദുൽ ഖാദർ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 24 മലയാളികൾ മരണമടഞ്ഞിട്ടുണ്ട്. അതിൽ 21 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് 3 പേർ ആരൊക്കെ എന്നുള്ളതിൻ്റെ വിശദാംശം നമുക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അത് ഈ താങ്കളുടെയൊക്കെ പക്കൽ അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അത് പുറത്തുവിടാറായോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഈ ഘട്ടത്തിൽ നമുക്ക് ആധികാരികമായി തന്നെ പറയാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്താണ്? ഇരുപത്തിനാല് പേര് മരണപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ആ 24 പേരുടെയും പേരുവിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ അരുൺ ബാബു നേരത്തെ ഇവിടെ തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ അദ്ദേഹം ഉൾപ്പെടെ നമ്മുടെ ഈ കയ്യിലുള്ള പേരുകളുണ്ട്. വളരെയേറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. നാട് ഞെട്ടിത്തെറിച്ച ഒരു ദുരന്തമാണ്. കണ്ണീരും സ്വപ്നങ്ങളുമായി വിദേശത്ത് പോയ നമ്മുടെ സഹോദരങ്ങൾ അവിടെ ഇത്തരമൊരു ദുരന്തത്തിൽ പെട്ടു. തീർച്ചയായും അത് കേരളത്തിനും രാജ്യത്തിനും തന്നെ ഞെട്ടലുണ്ടാക്കിയ ഒരു വലിയ ദുരന്തമാണ്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇക്കാര്യത്തിൽ അവിടെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ സംസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി നോർക്കയെ അറിയിക്കുകയും നോർക്ക ആ രീതിയിൽ ബന്ധപ്പെടുകയും ചെയ്തു. ഇവിടെ വിവിധ മലയാളി സംഘടനകൾ, മിക്കവാറും എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ആശുപത്രികളിൽ ഓടിയെത്തുകയും പരിക്കേറ്റവരെ സഹായിക്കാനും മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കൂട്ടായ്മ ഇതിന് ഭാഗമായി രൂപപ്പെട്ടു എന്നുള്ളത് വളരെയേറെ ഈ ദുരന്തത്തിനിടയിലും ഉള്ള ഒരു സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞുകൂടാ, അതൊരു ചാരിതാർത്ഥ്യം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഗവൺമെൻറ്റുകൾ അക്കാര്യത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നു. കുവൈറ്റ് ഗവൺമെൻറ് ദുരന്തമുണ്ടായ ഉടനെ തന്നെ വിവിധ മന്ത്രാലയങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആശുപത്രിയിലെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ അത് വളരെയേറെ ശ്ലാഘനീയമായൊരു കാര്യമാണ്. ഏതായാലും ഈ ദുരന്തം നൽകുന്ന ചില പാഠങ്ങളുണ്ട്. തീർച്ചയായിട്ടും പിന്നീടത് ഭാവിയിലത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. ഇത്രമേൽ ആളുകളെ ഒന്നിച്ച് ഒരിടത്ത് താമസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്ത സാധ്യതകൾ അത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായും ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും കൂടുതൽ അത്തരം കാര്യങ്ങളിൽ കുവൈറ്റിലെയും മറ്റ് രാജ്യങ്ങളിലെയും ഒക്കെ തന്നെ ലേബർ മന്ത്രാലയവും നഗരസഭകളും ഒക്കെ ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും സമീപകാലത്ത് നമ്മുടെ നാട് കേട്ട ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ വീതം സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും സഹായം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ പ്രവാസി മലയാളികളിലെ കാരുണ്യമുള്ളവരും സഹായധനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കുവൈറ്റിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടുന്ന് പുറപ്പെടും. ആ തരത്തിൽ ഗവൺമെൻറ്റുകളും നമ്മുടെ സംഘടനകളും ഒക്കെ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അതെ, ഞാൻ താങ്കളിലേക്ക് എത്താം. താങ്കൾ അല്പസമയം കൂടി തുടരുമല്ലോ. KMCCയുടെ പ്രതിനിധി മുസ്തഫ കാരി കൂടി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ മുസ്തഫ, താങ്കളിപ്പോൾ ഉള്ളത് ഒരു ആശുപത്രിയിൽ നിന്നാണ് തത്സമയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പരുക്കേറ്റവർ ഉണ്ട് എന്നുകൂടി ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ അത് ഈ പരുക്കേറ്റവരുടെ ആരോഗ്യനില അതെങ്ങനെയാണ്? മലയാളികളാണോ അവിടെ കഴിയുന്നത്? അങ്ങനെ കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് എന്തൊക്കെ നൽകാനുണ്ട് ഇപ്പോൾ? ഇപ്പൊ ഇവിടെ പരിക്കേറ്റ് അത് നേരത്തെ സീരിയസ് ആയിരുന്ന ആളുകളെയാണ് ഇപ്പൊ ഞാൻ ജഹറ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. കുവൈത്തുള്ള ജഹറ ഹോസ്പിറ്റലില് പരിക്കേറ്റ ആളുകളെ ഇവിടെ പല ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ മലയാളിയായ ഒരു പേഷ്യന്റിന്റെ കൂടെയാണ് ഇപ്പൊ ഞാനുള്ളത്. കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പൊ അവരെ ആൾറെഡി റിക്കവറി ആയിട്ടുണ്ട്. പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നാളത്തേക്ക് ഡിസ്ചാർജ് ആവാം എന്നുള്ളതാണ് ഇപ്പൊ ഡോക്ടർ വന്ന് പറഞ്ഞത്. അതായത് ഇപ്പൊ ആ ജഹറ ആശുപത്രിയിലുള്ളവർ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളുള്ളവരല്ല, അവർ അടുത്ത ദിവസങ്ങളിലൊക്കെ ഡിസ്ചാർജ് ആയി പോകുന്നവരാണ് എന്നാണ് താങ്കൾ അറിയിക്കുന്നത്, അല്ലേ? അതെ 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 അതെ. ഇപ്പൊ നേരത്തെ പിന്നെ ഇവര് വന്നതായിരുന്നു. ഇപ്പൊ ജഹറ ഹോസ്പിറ്റലില്
ഇന്നലെ അഡ്മിറ്റ് ആക്കിയതാണ്. അപ്പൊ സീരിയസ് അല്ലാത്ത രോഗികളൊക്കെ വേഗം വേഗം ഡിസ്ചാർജ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോ ആ കൂട്ടത്തിലിപ്പോ അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ. അപ്പോ അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഷ്യന്റ് ഇവിടെ തൊട്ടടുത്തുണ്ട്, അവരായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. ആ, ഞാൻ പറയുന്ന അവർക്ക് കേൾക്കാൻ പറ്റുമോ? എനിക്ക് അതിന്റെ ഒരു സംവിധാനം എങ്ങനെയാണെന്ന് അറിയില്ല മുസ്തഫ. കേൾക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും. അതെ, ഇപ്പൊ അവിടെ ഉള്ള ആളുടെ പേരെന്താണ്? താങ്കൾക്ക് ഒപ്പമുള്ള ആളുടെ പേരെന്താണ്? നൗഫൽ നൗഫൽ നൗഫൽ. നൗഫൽ ഏതായാലും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നമുക്കൊക്കെ ആശ്വാസമുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഷോക്ക് എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഈ സമയം ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെങ്കിൽ മാത്രം. പറയാൻ ഉറങ്ങുമായിരുന്നു. ഉറക്കത്തൊരു 4:30 മണിക്ക് പുലർച്ചക്ക് 4 മണിക്ക് അന്നപോലെ തന്നെ അന്നേരം പുകയാ വരുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പൊ ഈ അവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, എങ്ങനെയാണ് എന്നുള്ളത് ഓർക്കണുണ്ടോ? അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് എങ്ങനെയാണ് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റിയത് നൗഫൽ ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ലല്ല, ചാടി രക്ഷപ്പെട്ടില്ല. ലിഫ്റ്റ് വന്നു. ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയതാണ്. രക്ഷപ്പെടുത്തിയതാണ്. കൂടെ മറ്റ് ആ റൂമിൽ എത്ര പേരുണ്ടായിരുന്നു? അപ്പൊ അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ അറിയാൻ പറ്റിയിട്ടുണ്ടോ? അതില് 3 പേര് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് റൂമിൽ ഉണ്ടായിരുന്നതിൽ 3 പേർ മരണമടഞ്ഞു എന്നതാണല്ലേ? നൗഫൽ ഏത് നാട്ടുകാരനാണ്? കണ്ണൂര് ഇരിട്ടി. ഇരിട്ടിയാണ്. വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലോ ഇതിനോടകം തന്നെ. ഏതായാലും ഈ ഒരു അപകടത്തിൽ നിന്ന്, വലിയൊരു അപകടമാണ് സംഭവിച്ചത്. അതിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ട് കിട്ടി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ഒപ്പം ജീവൻ നഷ്ടപ്പെട്ടു പോയ അവരുടെ കുടുംബത്തിനൊപ്പം, ആ ദുഃഖത്തിനൊപ്പം നമ്മളൊക്കെ നിൽക്കുകയും ചെയ്യണം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായമൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. മുസ്തഫ, ഇപ്പോൾ ഇവിടെ മറ്റ് എത്ര പേർ കൂടിയുണ്ട്? ആ ഉള്ളവർ മലയാളികൾ തന്നെയാണോ? അതിൻ്റെ വിവരങ്ങൾ കൂടി ഒന്ന് പറയാമോ? ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഇവിടെ മലയാളികളും ഉണ്ട്, പിന്നെ മറ്റ് അന്യ സ്റ്റേറ്റിലുള്ള ആളുകളും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി ഇപ്പൊ ഞങ്ങളിപ്പോ ഓരോ സ്ഥലങ്ങളിൽ വന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെ കോളി കറക്റ്റ് സമയത്ത് ആയതുകൊണ്ട് മലയാളിയായ ഇവരടുത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റി. അപ്പോ ഒരുവിധ ആളുകളൊക്കെ പിന്നെ റിക്കവറി ആയി വന്നിട്ടുണ്ട്. പുള്ളിക്കും തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്മോക്ക് കൂടുതൽ കയറിയതുകൊണ്ട് അവര് നെബുലൈസേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇപ്പൊ ജസ്റ്റ് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് നമ്മൾ അവരെ അധികം ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിക്കുന്നത്. കാരണം ഇതൊരു വലിയ ഷോക്കാണല്ലോ. ഈ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ മരിച്ചു എന്നൊരു തിരിച്ചറിവുണ്ട്. ഈ കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് അവരെ അധികം ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാത്തത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൂടുതലും മലയാളികൾ ചികിത്സയിൽ കഴിയുന്നു. നമ്മുടെ നേരത്തെ റിപ്പോർട്ടർ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 27 മലയാളികൾ നിലവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മുസ്തഫ. അതപ്പോൾ ഏതൊക്കെ ആശുപത്രികളിലാണ്? അതിൽ തന്നെ എനിക്ക് തോന്നുന്നു 6 പേരുടെ നിലയാണ് ഗുരുതരമെന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? അതെ, ഇപ്പോ അദാൻ ഹോസ്പിറ്റലിൽ കുറച്ച് പേഷ്യന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫർവാനിയ ഹോസ്പിറ്റലിലുണ്ട്, മുബാറക് അൽ കബീർ ഹോസ്പിറ്റലുണ്ട്. ഇപ്പൊ ഇത് ജഹറ ഹോസ്പിറ്റൽ ഇപ്പൊ നേരത്തെ കൂടുതൽ ഈ സ്മോക്ക് ഏറ്റ് കുറച്ച് സീരിയസ് ആയിരുന്ന ആളുകളൊക്കെ പിന്നെ ഈ ജഹറ ഹോസ്പിറ്റലിലോട്ടായിരുന്നു മാറ്റിയിരുന്നത്. ഇപ്പൊ അവരിപ്പോ ആൾറെഡി കുറെ ആളുകൾക്ക് റിക്കവർ ആയിട്ട് വന്നിട്ടുണ്ട്. 6 പേരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അതെ, അതിൽ ആ 6 പേരുടെ ആരോഗ്യനില, അത് ഗുരുതരാവസ്ഥയിലുള്ളവർ എന്ന് പറയുന്നത് ഏത് ആശുപത്രിയിലാണോ എന്നത് താങ്കൾക്ക് അറിയാമോ? ഗുരുതരാവസ്ഥയിലുള്ള ആശുപത്രിയിലുള്ള ആളുകൾ തന്നെയാണ് ഇപ്പൊ ഈ ജഹറ ഹോസ്പിറ്റലിലുള്ളത്. അതാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും കയറി കണ്ടിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസുകൾ ഞങ്ങൾ അറിയിക്കാം. ഓക്കെ, പക്ഷേ അത് അവരുടെ എത്രത്തോളം ഗുരുതരമാണ് ആ അവസ്ഥ എന്നതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ പറ്റുമോ മുസ്തഫ? ഇതില് 2 ടൈപ്പ് ഇഞ്ചുറീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് സ്മോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, രണ്ടാമത് പാനിക് സിറ്റുവേഷനിൽ ബിൽഡിങ്ങിൽ നിന്ന് എടുത്തു ചാടിയ ആളുകളുണ്ട്. അവർക്ക് പിന്നെ അതിൻ്റെതായ ഫ്രാക്ചേഴ്സ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ അങ്ങനത്തെ ആളുകളും അഡ്മിറ്റഡ് ആണ്. ഇപ്പോ പല ആളുകളും ഇപ്പോ ചെസ്റ്റിന്റെ പിന്നെ വാരിയെല്ല് പൊട്ടിയ ആളുകളുണ്ട്. അവരെ സർജറിക്ക് വിധേയമാക്കേണ്ട 1-2 പേഷ്യൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കാലിന്റെ എല്ലുകളൊക്കെ പൊട്ടിയ ആളുകളും
അവരൊക്കെ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊടുക്കും. ഇന്നിപ്പോ എമർജൻസി ആയിട്ട് 2-3 സർജറികൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അവര് റിപ്പോർട്ട് വരണമെങ്കിൽ ഇപ്പൊ അവർ ICUയിലാണ്. നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറി സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി ഇവിടെ പുറത്തുള്ള വാർഡിലും അതുപോലെ തന്നെ റൂംസിലും ഒക്കെ ഉള്ള പേഷ്യന്റുമായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതാണല്ലോ ഇനിയിപ്പോൾ ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടുന്ന കാര്യം. തിരിച്ചറിഞ്ഞ മൃതദേഹമുണ്ട്, 21 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്, 24 മലയാളികൾ എന്ന കണക്കാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഈ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അത് എങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ സംഘടനയ്ക്ക് അതിലൊക്കെ ഇടപെടൽ നടത്തുകയും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നേരത്തെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു സംഘടനയായിരുന്നു എല്ലാം ഈ ഡെഡ് ബോഡീസ് എല്ലാം നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് KMCCന്റെ ഹെൽപ്പ് ഡെസ്ക് ആയിരുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് ഒരു വലിയൊരു പാനിക് സിറ്റുവേഷൻ ആണ്. പ്രത്യേകിച്ച് ഒരു വലിയൊരു ഇൻസിഡന്റ് നടന്നത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും 2 ഗവൺമെന്റുകളുടെ സാന്നിധ്യത്തിലും അവരെ അണ്ടറിലുമാണ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ആൾറെഡി ഫിംഗറിങ് അതുപോലെ തന്നെ DNA ടെസ്റ്റ് ഇതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ട് അവിടുന്ന് എംബാം ചെയ്തിട്ട് ഇവിടുന്ന് ഇപ്പൊ അറിഞ്ഞിടത്തോളം ഒരു ചാർട്ടർ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് എത്തിക്കാനുള്ള പരിപാടി എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടത്. അതിൽ 2 രാജ്യങ്ങളും സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെയായിരുന്നു അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിദേശകാര്യ മന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം സംയുക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഡെഡ് ബോഡികളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. പ്രത്യേകിച്ച് കുവൈത്ത് ഗവൺമെന്റ് എല്ലാവിധ സപ്പോർട്ടും അതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ ഇന്ന് തന്നെ അതിനൊക്കെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നാണോ അവിടെ നിന്ന് താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന് ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്തും. ഒപ്പം തന്നെ നമുക്കൊപ്പം ശ്രീ KV അബ്ദുൽ ഖാദർ തുടരുന്നുണ്ട്. ഞാൻ അതിഥികളിലേക്കും ഒപ്പം നമ്മുടെ റിപ്പോർട്ടർമാരിലേക്കും എത്തും.